അല്ല, അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, ഇനിയുമുള്ള കൂടുതൽ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയിൽ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ രാഷ്ട്രീയ പിന്തുണയുണ്ട്. അതാണ് പത്മകുമാർ പറഞ്ഞത്, ദൈവതുല്യനായ ഒരാൾ പറഞ്ഞത്. അപ്പോൾ ദൈവതുല്യനായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാരിലേക്ക് ഈ അന്വേഷണം എത്താത്തത്. ആ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഭക്തജനങ്ങൾ, കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള. ഒരു ഭക്തൻ തൻ്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്കയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത് സ്വർണം കൊടുക്കുന്നതൊക്കെ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, എനിക്കറിയാം. അദ്ദേഹം എൻ്റെ മണ്ഡലംകാരനാണ്, സുരേഷ് എന്ന് പറയും. അദ്ദേഹം 15 കിലോ സ്വർണമുള്ള പൂജാപാത്രങ്ങളും എല്ലാം കൊടുത്തു. എന്നെ വിളിച്ച് ചോദിക്കുക, സാറേ എൻ്റെ പൂജാപാത്രം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ, എന്താ സ്ഥിതി? ഇപ്പം ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് പോയിട്ടില്ല. പുള്ളി വലിയ സന്തോഷമായി. കാരണം ഇങ്ങനെ സ്വർണം കൊടുത്തിട്ടുള്ള ധാരാളം ആളുകൾ ശബരിമലയിലുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അപ്പോൾ സുരേഷ് പാലാടി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അദ്ദേഹം വേദനയോടെയാണ് എന്നെ വിളിച്ചത്. സാറേ, ഞാൻ 15 കിലോ സ്വർണം കൊടുത്തു, അതിനി ഉണ്ടോ ഇല്ലയോ, അതോ ഇത് അടിച്ചുകൊണ്ട് പോയോ? ഞാൻ പറഞ്ഞു, അത് അന്വേഷിച്ചപ്പോൾ അടിച്ചുകൊണ്ട് പോയിട്ടില്ലെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കുറ്റം ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ കുറ്റവാളികൾ ഇന്ന് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതൊക്കെ പറഞ്ഞ കാര്യമല്ലേ. എല്ലാ ദിവസവും ഞാൻ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി, അദ്ദേഹത്തെ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CLP നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ